கேட்டார் அனைவரும் ஓயாமல் நன்றி சொல்வோம். ஒரு கருப்போல காத்தீரே நன்றி, என்னை சிதையாமல் சுமந்தீரே நன்றி. ஒரு கருப்போல காத்தீரே நன்றி, என்னை சிதையாமல் சுமந்தீரே நன்றி. எபினேசரே எபினேசரே, இந்நாள் வரை சுமந்தவரே. எபினேசரே எபினேசரே, என் நினைவா இருப்பவரே. நன்றி நன்றி நன்றி, இதயத்தில் சுமந்தீரே நன்றி. நன்றி நன்றி நன்றி, ஒரு கருப்போல காத்தீரே நன்றி. நன்றி நன்றி நன்றி, இதயத்தில் சுமந்தீரே நன்றி. நன்றி நன்றி நன்றி, ஒரு கருப்போல காத்தீரே நன்றி. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 18:3. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുത്. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുത്. ദൈവത്തെ കണ്ട അബ്രഹാം ദൈവത്തോട് പറയുന്ന ഏക റിക്വസ്റ്റ്, എന്നോട് കൃപയുണ്ടോ എങ്കിൽ എന്നെ കടന്നു പോകരുത്. ആയിരക്കണക്കിന് ആവശ്യങ്ങൾ അവൻ്റെ മുൻപിലുണ്ട്. പക്ഷെ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ ആവശ്യങ്ങൾക്കും വലുതാണ് നിന്റെ സാന്നിധ്യം, നിന്റെ സാമീപ്യം. അബ്രഹാമിന് വേണമെങ്കിൽ ചോദിക്കും, കർത്താവേ എനിക്കൊരു വീടില്ല, എനിക്കൊരു വീട് തരണം, ഞാൻ കൂടാരത്തിലാണ് പാർക്കുന്നത്. അബ്രഹാമിന് വേണേ പറയാമായിരുന്നു, കർത്താവേ എനിക്ക് സന്തതികളില്ല, സന്തതിയെ തരാമോ? പക്ഷേ 100 കണക്കിന് ആവശ്യങ്ങൾ അവൻ്റെ മുമ്പിലുണ്ടെങ്കിലും ദൈവത്തെ കണ്ടപ്പോൾ അതൊന്നുമല്ല അവൻ ചോദിച്ചത്, എൻ്റെ കൂടെ തുടരാമോ? പ്രിയപ്പെട്ടവരെ, ആവശ്യങ്ങളെക്കാൾ അധികം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതമായിരിക്കും ചരിത്രമാകാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതമായിരിക്കും അത്ഭുതമാകാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതം കൊണ്ടായിരിക്കും ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത്. യെസ്, അബ്രഹാം ഉള്ളത്തിൽ നിന്ന് നിലത്ത് വീണ് കിടന്ന് ദൈവത്തോട് പറഞ്ഞു, പോകരുത് തന്നെ, എനിക്ക് നിന്നെയാണ് ആവശ്യം. ഇന്നത്തെ ദിവസവും ആയിരക്കണക്കിന് ആവശ്യങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടാകാം. ഇന്ന് പരിഹരിക്കേണ്ട വിഷയങ്ങളുണ്ടായിരിക്കും. പക്ഷെ ദൈവത്തോട് പറയണം, എന്നെ വിട്ടു പോകല്ലേ, എനിക്ക് നിന്നെയാണ് വേണ്ടത്, എനിക്ക് നിന്റെ സാന്നിധ്യമാണ് ആവശ്യം, എനിക്ക് നിന്നെ അധികം വേണം. അങ്ങില്ലാത്തൊരു നിമിഷവും അങ്ങില്ലാത്തൊരു ദിവസവും എനിക്കുണ്ടാകരുത്. We need you, Jesus. അബ്രഹാം അങ്ങനെ ദൈവത്തോട് ചോദിച്ചു. അബ്രഹാമിന്റെ ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഹല്ലേലൂയ. അവനോട് കൂടെ തുടർന്നു എന്ന് മാത്രമല്ല, അവനോട് കൂടെ ഭക്ഷണം കഴിച്ചു. അടുത്ത ദേശത്ത് എന്ത് സംഭവിക്കുമെന്നും അവനോട് സംസാരിച്ചു. കർത്താവിനെ നിങ്ങൾക്ക് കൂടെ നിർത്താൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ, അറിയേണ്ടതെല്ലാം നിങ്ങൾ അറിയും, കാണേണ്ടതെല്ലാം നിങ്ങൾ കാണും, പ്രാപിക്കേണ്ടതെല്ലാം നിങ്ങൾ പ്രാപിക്കും. ഉറപ്പായിട്ടും നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു പ്രധാന ആവശ്യം വിട്ടുപിരിയാത്ത ദൈവസാന്നിധ്യമായിരിക്കണം, ദൈവത്തെ ആയിരിക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ ഉയരട്ടെ. എനിക്ക് എല്ലാറ്റിനേക്കാൾ ആവശ്യം യേശുവേ എന്നാണ്. നമുക്ക് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു.
കർത്താവെ, മറ്റെന്തിനേക്കാൾ അധികമായിട്ട് ഞങ്ങൾ യേശുവിനെ ആഗ്രഹിക്കുന്നു, യേശുവിനെ ദാഹിക്കുന്നു, യേശുവിനെ വാഞ്ചിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവ് ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയിലും ഈ കുടുംബത്തിലും കർത്താവെ, എന്തിനേക്കാൾ ഉപരിയായിട്ട് യേശു തന്നെ അവരുടെ സകലതുമായി മാറട്ടെ. യേശു കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, യേശുവിൽ തന്നെ അവർ രസിക്കട്ടെ, യേശുവിൽ തന്നെ ആനന്ദിക്കട്ടെ. യേശുവിൻ്റെ സാന്നിധ്യം അവർക്ക് വേണ്ടി ഇനി അധികമായി വർദ്ധിച്ചു വരുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഈ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ജയമെടുക്കുകയാണ്. ഇന്നത്തെ ദിവസം കർത്താവെ ഒരു അത്ഭുതമാക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആവശ്യം അങ്ങയാണ്, അങ്ങയുടെ സാന്നിധ്യമാണ്. ഞങ്ങൾക്കത് തരണമേ. അങ്ങയുടെ സാന്നിധ്യമില്ലാത്തൊരു ദിവസമോ ഒരു നിമിഷമോ ഞങ്ങൾക്കുണ്ടാകരുത്. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ വിട്ടു പോകരുത്, ഞങ്ങളെ കടന്നു പോകരുത്, ഞങ്ങളെ വിട്ടു പോകരുത്. തിരുസാന്നിധ്യം ഞങ്ങളിൽ നിന്ന് അകന്നു പോകരുത്. ഞങ്ങൾക്ക് അങ്ങേ വേണം. എല്ലാറ്റിനേക്കാൾ അധികം ഞങ്ങൾക്ക് അങ്ങേ വേണം. ഞങ്ങളുടെ തലമുറയ്ക്ക് അങ്ങേ വേണം, ഞങ്ങളുടെ കുടുംബത്തിന് അങ്ങേ വേണം, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അങ്ങേ വേണം, ഞങ്ങളുടെ ദേശത്തിന് അങ്ങേ വേണം. തിരുസാന്നിധ്യമില്ലാത്ത കുറെ ചവറുകൾ ഞങ്ങൾക്കുള്ളതിനേക്കാൾ തിരുസാന്നിധ്യമുള്ള ആ മനോഹരമായ അനുഭവം ഞങ്ങൾക്ക് മതി. കർത്താവെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു സ്പർശനം വിട്ടുപിരിയാതെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഈ മക്കൾക്കെല്ലാം അത് കൊടുക്കുന്നതിനായി സ്തോത്രം. ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് നിവർത്തിക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് വീണ്ടും കേട്ട് പ്രാർത്ഥിക്കുക. നീ ഞങ്ങളെ വിട്ടു പോകരുത്. ഗോഡ് ബ്ലെസ് യു. ശാലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.